ഭാഗം 5. ശംഭു സംശയത്തോടെ അപ്പോൾ തന്നെ രജിത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. ഇങ്ങനെയൊരു യാത്ര അവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. രജിത്ത് രക്ഷിതിനെയും സിദ്ധിയെയും വിളിച്ചിരുന്നു. സിദ്ധി ഇപ്പോൾ കർണാടകയിലാണ്, രക്ഷിത് മലപ്പുറത്തും. സത്യയുടെ ഫോൺ നമ്പർ അവർ മുമ്പേ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയം സത്യ അവളുടെ അപ്പാർട്ട്മെന്റിന്റെ ഗേറ്റ് കടന്നപ്പോൾ മുതൽ ഒരു കറുത്ത കാർ അവളെ ഫോളോ ചെയ്തു തുടങ്ങിയത് ബാൽക്കണിയിൽ നിന്ന് ശംഭുവിന്റെ ശ്രദ്ധയിൽ പതിഞ്ഞു. അവൻ രജത്തിനെ വിളിച്ചു. ഏട്ടാ, അവള് പോകുന്നത് അപകടത്തിലേക്കാണ്. ഇപ്പോഴേ അവൾക്ക് പിന്നാലെ ആരൊക്കെയോ ഉണ്ട്. അവന്റെ ശബ്ദത്തിൽ പരിഭ്രാന്തി കലർന്നിരുന്നു. നീ പേടിക്കേണ്ട ശംഭു, അവൾക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അവൾ എവിടേക്കാണോ പോകുന്നത് ആ സ്ഥലത്ത് എത്തും വരെ അവളെ പിന്തുടർന്ന ആരെങ്കിലും ഉണ്ടാവും. അവർ അവളെ ഉപദ്രവിക്കാൻ സാധ്യതയില്ല. മാത്രവുമല്ല, സത്യ ട്രാക്ക് ചെയ്യാൻ വേണ്ടതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോണിനെപ്പോഴും റേഞ്ച് കിട്ടണമെന്നില്ലല്ലോ ഏട്ടാ. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും അവളുടെ കയ്യിലുള്ള ഡിവൈസുകൾ മാറ്റിയാലോ? ശംഭു ആകുലതയോട് ചോദിച്ചു. അതിനുള്ള പരിഹാരവും ഈ ട്രെയിൻ യാത്രയിലൂടെ കണ്ടെത്തിയിരിക്കും. അവൾക്കൊപ്പം അതേ കമ്പാർട്ട്മെന്റിൽ നമ്മുടെ ആളുകളുണ്ടാവും ശംഭു. സിദ്ധി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യ തനിയെ തന്നെ പോകട്ടെ. അവൾക്കൊപ്പം മറ്റാരുമില്ലെന്ന തോന്നൽ ശത്രുക്കൾക്കും ഉണ്ടാവണം. രജിത്ത് അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഇതൊന്നും അറിയാതെ ഗുഡ്ഗാവിന്റെ സായങ്കാലത്തിലെ തിരക്കിലേക്ക് സത്യയും ഒഴുകി നീങ്ങി. ഓഫീസുകൾ കഴിയുന്ന സമയമായതിനാൽ റോഡിൽ ട്രാഫിക് വളരെ കൂടുതലാണെന്നറിയാവുന്നതുകൊണ്ടാണ് അവൾ നേരത്തെ ഇറങ്ങിയത്. അതിനിടയിൽ തന്നെ പിന്തുടരുന്നവരെ സത്യ ശ്രദ്ധിച്ചതുമില്ല. അവൾ അത് പ്രതീക്ഷിച്ചത് ലൈലാമണി ജീവിക്കുന്ന വിരുദൂർ എന്ന ഗ്രാമത്തിലാണ്. ഗോൾഫ് കോഴ്സ് റോഡിൽ നിന്ന് ഒരു ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവൾ നിർദ്ദേശം നൽകി. ഓട്ടോ DLF സൈബർ സിറ്റിയുടെ ഗ്ലാസ് ടവറുകൾക്കിടയിലൂടെ നീങ്ങുമ്പോൾ തന്റെ യാത്രയെക്കുറിച്ച് അവൾ സിദ്ധിക്ക് മെസ്സേജ് ചെയ്തു. ആരെ കാണാൻ പോകുന്നുവെന്ന് മാത്രം അവൾ വെളിപ്പെടുത്തിയില്ലെങ്കിലും അവൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും എപ്പോഴും തന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് സിദ്ധിയും ഉറപ്പു നൽകി. അവളത് മുമ്പേ അറിഞ്ഞിരുന്നല്ലോ. അവൾക്കും സത്യയോട് ഒരു കരുതലുണ്ടായിരുന്നു. രക്ഷിത് സ്നേഹിക്കുന്ന പെൺകുട്ടി എന്ന നിലയിൽ യാതൊരു വിധത്തിലുള്ള ഇഷ്ടക്കേടും അവൾക്ക് സത്യയോടുണ്ടായിരുന്നില്ല. മറിച്ച് തന്റെ ഗംഗവല്ലിമ്മയുടെ മകളെന്ന സ്നേഹം അവൾ എപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു. റോഡ് നല്ല തിരക്കിലാണ്. ഒപ്പം വഴിയോരങ്ങളിൽ കച്ചവടക്കാരുടെ തിരക്കുകളും കാണാം. സ്റ്റേഷന്റെ വലിയ തിരക്കേറിയ പരിസരത്തിലേക്ക് അവളും അതിലൊരാളായി ഇഴുകിച്ചേർന്നു. അവിടെ നിന്നും ന്യൂഡൽഹിയിലേക്കുള്ള യാത്ര ഏതാണ്ട് 40 മിനിറ്റോളം ഉണ്ടായിരുന്നു. ന്യൂഡൽഹിയിൽ നിന്നും ചെന്നൈക്ക് 30 മുതൽ 35 മണിക്കൂർ വരെ നീണ്ട യാത്രയാണ്. തമിഴ്നാട് എക്സ്പ്രസിലാണ് യാത്ര. ന്യൂഡൽഹിയിൽ നിന്ന് വിട്ടാൽ അടുത്ത സ്റ്റോപ്പ് ആഗ്രയാണ്. ലിമിറ്റഡ് സ്റ്റോപ്പുകൾ മാത്രമാണ് ആ ട്രെയിനിലുള്ളത്. എന്നിരുന്നാലും ചില സ്റ്റേഷനുകളിൽ നേരത്തെ എത്തിയാൽ വെയിറ്റിംഗിൽ ഇടുമെന്ന് അവൾ കേട്ടിട്ടുണ്ട്. 3rd AC യാത്രയിൽ ആ ക്യാബിനിൽ 8 പേർക്കാണ് സഞ്ചരിക്കാൻ കഴിയുക. സത്യ വരുന്നതിന് മുന്നേ 4 പേരടങ്ങുന്ന ഒരു ഗ്യാങ് അവിടെയുണ്ടായിരുന്നു. കപ്പിൾസ് എന്ന് തോന്നിച്ചാലും അവർ പോലീസുകാരാണെന്ന ഒറ്റ നോട്ടത്തിൽ സത്യം മനസ്സിലാക്കുമ്പോൾ അവൾ സിദ്ധിയെ ഓർത്തെങ്കിലും ഇത്രയും വേഗത്തിൽ തനിക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയുമോ എന്നുള്ള ആശങ്ക വന്നിരുന്നു. അവർ അവിചാരിതമായി യാത്ര ചെയ്യുന്നവരാകുമെന്ന നിഗമനത്തിൽ അവൾ എത്തി നിന്നു. പിന്നീട് വന്ന 3 പേരിൽ ഒരു യുവതിയും 2 യുവാക്കളും ഉണ്ടായിരുന്നു. തികച്ചും വ്യത്യസ്തമായ പെരുമാറ്റമായിരുന്നു അവരിൽ നിന്നുണ്ടായത്. അവരുടെ ശ്രദ്ധ തന്നിൽ മാത്രമാണെന്ന് സത്യം മനസ്സിലാക്കി. ആ പെൺകുട്ടി സത്യയോട് അടുപ്പം കാണിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ തന്റേതായ കാര്യങ്ങളിൽ മുഴുകി. അവൾക്കെന്തോ നെഗറ്റീവ് വൈബ് തോന്നിയിരുന്നു. സത്യയുടെ മൗനം കണ്ടപ്പോൾ ആ പെൺകുട്ടി അകന്നിരിക്കാനും ശ്രമിച്ചു. ഒരുപക്ഷെ ഒപ്പമുള്ളത് പോലീസുകാരാണെന്ന് തോന്നിയതുകൊണ്ടാവും. കുറച്ചു സമയം വായിച്ചിരുന്ന ശേഷം സത്യ കിടന്നുറങ്ങി. പിന്നെ ഭോപ്പാലിൽ എത്തിയപ്പോഴാണ് അവൾ എഴുന്നേറ്റത്. പിന്നീടുള്ള കാഴ്ചകൾ കണ്ട് അവളിരിക്കുമ്പോൾ മറുവശത്തുണ്ടായിരുന്ന പോലീസുകാരനെന്ന് തോന്നുന്ന യുവാവ് ഒപ്പമുള്ള യുവതിക്ക് ഓരോ സ്ഥലങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. മഞ്ഞുമൂടിയ മലനിരകളും ചെറിയ നദികളും ടണലും പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള യാത്രയും ആസ്വദിച്ചിരിക്കെ പ്രാതലെത്തിയിരുന്നു. അവൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഡൽഹിയിൽ പഠിച്ചിരുന്ന 3 വർഷങ്ങൾ ഏറ്റവും അധികം യാത്ര ചെയ്ത കാലയളവ് കൂടിയായിരുന്നു. വിവേകിന്റെ അനിയത്തി വിനി ഇപ്പോൾ ചെന്നൈയിലെ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ നേഴ്സാണ്. വിജിയും അവിടെ തന്നെ ആയിരുന്നു. ഇപ്പോഴവൾക്ക് നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കരാർ അടിസ്ഥാനത്തിൽ കയറാൻ കഴിഞ്ഞു. പിന്നാലെ നിയമനം സ്ഥിരമാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അവൾ. വിനിയും വിജിയും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സത്യ രണ്ടാളെയും ഇപ്പോൾ പേര് തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പോഴുള്ള യാത്രയുടെ കാര്യം അവൾ വിനിയോട് പറഞ്ഞിട്ടില്ല. തന്റെ യാത്രയൊരു അപകടത്തിലേക്കാണെന്ന തോന്നൽ അവളിൽ ശക്തമാണ്. അതിനാൽ
പോയ കാര്യം പൂർത്തിയാകാതെ വിനിയെ കോണ്ടാക്ട് ചെയ്യില്ലെന്ന് സത്യ ഉറപ്പിച്ചിരുന്നു. നർമ്മദ നദിക്ക് മുകളിലൂടെയുള്ള യാത്രയും കഴിഞ്ഞ് മധ്യപ്രദേശിലെ ഇറ്റാർസിയിലെത്തി. പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ നിൽക്കാതെ ഉറങ്ങിയും ഉണർന്നും അലസമായി അവൾ ഒറ്റയ്ക്കുള്ള യാത്രയുടെ മുഷിപ്പ് അറിയുകയായിരുന്നു. ശംഭു ഉള്ളപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവാറില്ല. അവൻ ഒരു നിമിഷം പോലും വായ പൂട്ടി വെക്കുന്ന പ്രകൃതമല്ലാത്തതിനാൽ ഒരു യാത്രയും അവൾക്ക് ഇതുപോലെ ബോറടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ലൈലാമണി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ആകാംക്ഷയിൽ അവിടേക്കെത്താൻ വൈകുന്നുവെന്ന മനസ്സിന്റെ തിടുക്കമാവാനും സാധ്യതയുണ്ട്. ഏതൊക്കെയോ സ്റ്റോപ്പിലെത്തുമ്പോൾ ഒപ്പമുള്ളവർ പുറത്തേക്ക് ഇറങ്ങുന്നതും തിരികെ വരുമ്പോൾ കയ്യിൽ കരുതിയ സ്നാക്സ് തനിക്ക് നേരെ നീട്ടുന്നതും അവൾ പുഞ്ചിരിയോടെ നിരസിച്ചു. അവളുടെ കയ്യിൽ ഒരു യാത്രയിൽ കരുതേണ്ടതെല്ലാം എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉൾപ്പെടെ. അടുത്ത സ്റ്റോപ്പ് നാഗ്പൂരിലാണെന്ന് പറഞ്ഞിട്ടും സത്യ അവർ നീട്ടിയ ചിപ്സ് നിരസിച്ചു. അവൾക്കപ്പോൾ ഉറപ്പായിരുന്നു മുന്നിലിരിക്കുന്ന കപ്പിൾസ് പോലീസുകാർ തന്നെയാണെന്ന്. മാത്രവുമല്ല, അവിചാരിതമായി അവരുടെ യാത്രയിൽ തന്നെയും കരുതുന്നുണ്ടെന്ന് അവൾക്ക് ബോധ്യമായി. ഇടയ്ക്കിടയ്ക്ക് സിദ്ധിയുടെ മെസ്സേജ് വന്നിരുന്നു, സേഫ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. രക്ഷിത് അവളെ വിളിക്കാറില്ല, മെസ്സേജും അയക്കാറില്ല. പക്ഷേ മറ്റുള്ളവർ വഴി തന്റെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് അവനാണെന്ന് സത്യക്ക് ഉറപ്പുണ്ട്. യുവതിയും 2 പുരുഷന്മാരും അടങ്ങിയ സംഘം അത്ര ശരിയല്ലെന്ന് ഇതിനോടകം സത്യം മനസ്സിലാക്കിയിരുന്നു. അപ്പോഴും തന്നെ പിന്തുടരുന്ന ആരെങ്കിലും ആണോ എന്ന ചിന്തയ്ക്ക് പകരം ആ പോലീസുകാർക്ക് 3 പേരടങ്ങിയ ഗ്യാങ്ങിനും തമ്മിൽ തുറന്നു പറയാത്ത ഏതോ സ്പർദ്ധയുണ്ടെന്ന് അവൾക്ക് വ്യക്തമായി. ഇടയ്ക്കിടെ കടന്നു പോകുന്ന ചെറിയ തുരങ്കങ്ങൾ നിറയ്ക്കുന്ന ഇരുട്ടിൽ ഒപ്പമുള്ള പോലീസുകാരന്റെ പിസ്റ്റൾ ആ 3 പേരടങ്ങിയ ഗ്യാങ്ങിൽ ഒരുവന്റെ വയറിനോട് ചേർക്കുന്നത് മിന്നായം പോലെ സത്യ കണ്ടിരുന്നു. 2 പോലീസുകാരും ഒരു യുവതിയും ആ 3 പേരെയും കൊണ്ട് എഴുന്നേറ്റ് പോകുമ്പോൾ എതിരേരുന്ന പോലീസുകാരി ഒന്നും അറിയാത്തതുപോലെ സത്യയ്ക്ക് പുഞ്ചിരി നൽകി. അവർ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആർക്കോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയെങ്കിലും സത്യ അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിലിരുന്നു. അവരേതോ കേസ് അന്വേഷണത്തിലാവാമെന്നും ഇതുവരെ ആ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത 3 പേർ കുറ്റവാളികളാവുമെന്നും അവൾ ഉറപ്പിച്ചു. പുതിയൊരു വാർത്തയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടാകുമെന്ന് ചിന്തിച്ചെങ്കിലും അവളിലെ ജേർണലിസ്റ്റ് അതിനേക്കാൾ വലിയ ചിന്തകളിൽ ഉഴറിക്കിടക്കുകയായിരുന്നു. താൻ സംസാരിക്കാൻ താല്പര്യം കാണിച്ചാൽ എതിരെയുള്ള യുവതി സംസാരിക്കാൻ തയ്യാറാവുമെന്ന് സത്യയ്ക്ക് തോന്നിയിരുന്നു. ആ നിലയിലായിരുന്നു അവർ സത്യയെ നോക്കിയിരുന്നത്. 2 സ്റ്റോപ്പുകൾ കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം ഒഴിഞ്ഞ സീറ്റുകളിൽ സ്ഥാനം പിടിച്ചു. അവരുടെ ഒപ്പമുള്ള ചെറിയ കുട്ടി സത്യയോട് കൂട്ടുകൂടാൻ ശ്രമിക്കുകയും ചെയ്തു. മുതിർന്നവരോട് അടുക്കാൻ മടി കാണിച്ച സത്യ ആ ചെറിയ പെൺകുട്ടിയോട് കൂട്ടുകൂടുന്നത് നേരത്തെയുണ്ടായിരുന്ന പോലീസുകാരി കൗതുകത്തോടെ വീക്ഷിച്ചു. പുറത്തെ കാഴ്ചകളെ വിസ്മരിച്ചുകൊണ്ട് അവളുടെ ചിന്തകൾ ലൈലാമണിയിൽ എത്തി നിന്നു. ഡൽഹിയിൽ വെച്ചാണ് അവൾ ആദ്യമായി ലൈലാമണിയെ കാണുന്നത്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച്. ഒരു സർവൈവൽ സ്റ്റോറി എഴുതുന്നതിന്റെ ഭാഗമായിട്ടാണ് അവൾ അവിടേക്ക് പോയത്. ഹോസ്പിറ്റൽ കോറിഡോറിൽ വെച്ച് ഒരു സ്ത്രീ ഗംഗ എന്ന് ഞെട്ടലോടെ വിളിച്ചുകൊണ്ട് തന്നെ നോക്കി നിന്നതും ഞാൻ ഗംഗയുടെ മകളാണ്, നിങ്ങൾക്കെന്റെ അമ്മയെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞോടിയതും അവൾ ഓർത്തു. അതാരാണെന്ന് എത്ര ആലോചിച്ചു നോക്കിയിട്ടും അന്ന് സത്യയ്ക്ക് മനസ്സിലായില്ല. പേരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞമ്മമാരോട് ചോദിക്കാമായിരുന്നു എന്നവൾ നിരാശയോടെ ഓർത്തിരുന്നു. സത്യ ഗംഗയെ പോലെ തന്നെയാണ്. അതേ രൂപവും ഭാവവും ഗൗരവവും അവളിലുണ്ട്. കുഞ്ഞമ്മമാർക്ക് അവരുടെ ചേച്ചിയുടെ പ്രതിരൂപമായ പെൺകുട്ടിയെ കാണുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. തുളസി എത്ര തന്നെ തന്നിലേക്ക് ഒതുക്കിപ്പിടിച്ചാലും അവൾ രൂപം കൊണ്ടുവരെ ഗംഗയുടെ മകളല്ലാതെ ആവുന്നില്ല. കുറെ കാലം ആ സംഭവം മനസ്സിലുണ്ടായിരുന്നെങ്കിലും സത്യ പിന്നീടത് മറന്നെന്നു മാത്രമല്ല, ആ സ്ത്രീയെ കണ്ടിട്ടുമില്ല. UK-യിലുള്ള പഠനവും കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന്റെ ഇടയ്ക്കാണ് സത്യയിലേക്ക് പഴയ കാര്യങ്ങൾ എത്തുന്നത്. തന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും എടുത്തുചാട്ടത്തിന്റെ ഭാഗമാണെന്നും മനസ്സിൽ കരുതിയതുപോലെ യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഇതിനോടകം സത്യം മനസ്സിലാക്കിയിരുന്നു. ജേർണലിസത്തിന് ചേരുമ്പോൾ രജത് ചാനൽ വഴി ഉണ്ടാക്കുന്ന വിപ്ലവവും തന്റെ അച്ഛനമ്മമാരെ ഇല്ലാതാക്കിയവരുടെ കമ്പനിക്കെതിരെ തെളിവുകൾ കണ്ടെത്തി ആ ചാനലിലൂടെ പുറത്തുവിട്ട് പൂട്ടിക്കുന്നതുമായ സിനിമ സ്റ്റൈൽ ചിന്തകളായിരുന്നു അവൾക്കുള്ളിൽ. ഒരു മാധ്യമ പ്രവർത്തക എന്നാൽ അദൃശ്യമായ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട വ്യക്തിയാണെന്നും ഒരു മേഖലയിലും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാവില്ലെന്നും അവൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടാണ് അവൾ ജീവിച്ചിരുന്നത്. മാത്രവുമല്ല, പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ രജത്തിന് പോലും ഒരു തണുപ്പൻ മട്ടാണ്. തന്നെ പോലെ അവർക്കും കാര്യങ്ങൾ ബോധ്യമായത് ഇപ്പോഴാകുമെന്ന് അവൾ ചിന്തിച്ചു. അച്ഛൻ ഒളിപ്പിച്ച രഹസ്യം അവളുടെ കയ്യിലെത്തിയതിന് പിന്നാലെ അച്ഛന്റെ ബുക്കുകൾക്കുള്ളിൽ ഒളിപ്പിച്ച രേഖകളിൽ ചിലരുടെ വിവരങ്ങളും ഉണ്ടായിരുന്നു. അതിലേറ്റവും അതിശയം തോന്നിപ്പിച്ച കാര്യം മാധവനുമായി തുഷാറിനുണ്ടായിരുന്ന ബന്ധമായിരുന്നു. ഈ ബന്ധത്തെക്കുറിച്ച് തുളസി അറിയാതെ ഇരിക്കില്ലെന്ന് സത്യ ചിന്തിച്ചിരുന്നു. തന്നെ തുളസി പൊതിഞ്ഞു പിടിച്ചു വളർത്തിയതിന്റെ മറ്റൊരു കാരണം കൂടി അവൾക്ക് മുന്നിൽ വെളിപ്പെടുകയായിരുന്നു. മാധവന്റെ ഭാര്യ സരസ്വതിയുടെ പേരിലായിരുന്നു കമ്പനി, SM പ്രൈവറ്റ് ലിമിറ്റഡ്. അന്നത്തെ കമ്പനിയിലെ
സെക്യൂരിറ്റി, ഒരു ക്ലർക്ക്, പിന്നെ ലൈലാമണി എന്ന അക്കൗണ്ടന്റ്. ഇത്രയും പേരുടെ വിവരങ്ങൾ സത്യയ്ക്ക് കിട്ടിയിരുന്നു. ഇതിൽ സെക്യൂരിറ്റി സത്യയ്ക്ക് ഒരു 10 വയസ്സുള്ളപ്പോൾ മരിച്ചിരുന്നു. ക്ലർക്ക് പോസ്റ്റിലിരുന്ന ശ്രീദേവി എന്ന സ്ത്രീ വൃദ്ധസദനത്തിലാണ്. അവർക്ക് ഓർമ്മയുമില്ല. അങ്ങനെയാണ് പിന്നെയും അവളുടെ ചിന്ത ലൈലാമണിയിൽ എത്തിയത്. എങ്കിലും പ്രധാന കണ്ണി അവരായതിനാൽ അവരെ അവസാനം കണ്ടെത്താമെന്ന് കരുതി മാറ്റിവെച്ചതാണ്. മൊഴി നൽകിയത് അവരായതിനാൽ മാത്രമല്ല, വിശ്വന്റെയും ദിനേശിന്റെയും ഏതു പ്രവൃത്തിക്കും ഒപ്പം നിന്ന സ്ത്രീ ആയതിനാൽ അവർക്ക് പലതും അറിയാമെന്ന് അവൾക്ക് തോന്നി. മാത്രവുമല്ല, വർഷങ്ങളായി അവർ ആ കമ്പനിയോടും അതിന്റെ മുതലാളിമാരോടും പഴയ അതേ ബന്ധം നിലനിർത്തിയിരുന്നു. അവരിലേക്ക് എത്തും മുമ്പ് മറ്റുള്ളവരിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നൊരു ഓവർ കോൺഫിഡൻസ് സത്യയ്ക്കുണ്ടായിരുന്നു. പിന്നീടാണ് അവൾ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ലൈലാമണിയെ അന്വേഷിച്ചത്. പഠനകാലയളവ് മുതൽ കുറേയധികം സൗഹൃദങ്ങൾ അവൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഏതാവശ്യത്തിനും ഏതെങ്കിലും നാട്ടിലുള്ളവർ അവൾക്ക് ഉപകാരപ്പെടുമായിരുന്നു. പക്ഷേ ലൈലാമണിയുടെ കാര്യത്തിൽ അവൾക്ക് സഹായകമായത് റേഡിയേഷൻ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡോക്ടറാണ്. സത്യ മറ്റൊരാൾക്കൊപ്പം ഡോക്ടറെ കാണാൻ പോയപ്പോഴാണ് അവിടെ വെച്ച് ലൈലാമണിയെ കാണുന്നത്. ഡോക്ടറിനോട് വിവരങ്ങൾ ചോദിച്ചപ്പോൾ അവർ ചെന്നൈയിൽ നിന്ന് വന്നതാണെന്ന് അവൾക്കറിയാൻ കഴിഞ്ഞു. ക്യാൻസർ പേഷ്യന്റായ ലൈലാമണിയെ സത്യ വീണ്ടും കാണുമ്പോൾ അവർ രോഗാവസ്ഥയുടെ തുടക്കത്തിലായിരുന്നു. അന്ന് കണ്ടതിൽ നിന്ന് അവർക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഒപ്പം ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. മകനായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. സത്യ അവർക്ക് മുമ്പിൽ ചെന്നു നിന്നുകൊണ്ട് എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. അന്നും അവളെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് വിരിഞ്ഞ ഭാവം ഭയമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. അതോടെ അവൾക്ക് ഉറപ്പായി അവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന്. ഞാൻ ഗംഗയുടെ മകളാണെന്ന് അവൾ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഏത് ഗംഗ എനിക്കറിയില്ല എന്നിങ്ങനെയുള്ള ഒഴിഞ്ഞുമാറലുകളിൽ നിന്നും അവരൊന്നും വിട്ടുപറയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവർക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് സത്യ ഡോക്ടറിനോട് അവരെക്കുറിച്ച് സംസാരിച്ചു. സത്യ ഒരു മീഡിയ പേഴ്സൺ ആയതിനാൽ അവളുടെ അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഡോക്ടർ സഹകരിച്ചു. പിറ്റേന്ന് അവർ വീണ്ടും അവിടേക്ക് വരുന്ന സമയം നോക്കി അവൾ അവിടെ കാത്തുനിന്നിരുന്നു. തുടരും.